നമസ്കാരം, എല്ലാവർക്കും TV9 മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലം എത്തി, നാളെ ഉത്രാടമാണ്. ഓണവിപണിയൊക്കെ സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓണത്തിന് മുമ്പുള്ള വാരാന്ത്യം അല്ലെങ്കിൽ ശനി ഞായറൊക്കെ എത്തിയപ്പോൾ വലിയ തിരക്കാണ് ഓണച്ചന്തകളിലും വിപണികളിലെല്ലാം കാണാൻ സാധിച്ചത്. നാളെ ഉത്രാടപ്പാച്ചിലൂടെ അവസാനിക്കുന്നതോടെ അല്ലെങ്കിൽ ഉത്രാട അവസാനിക്കുന്നതോടെ ഈ ഓണച്ചന്തയൊക്കെ ഏകദേശം അവസാനം കുറിക്കും. അതായത് നാളെ ആണല്ലോ എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതി നോക്കുമ്പം ഭയങ്കര സജീവമായിട്ടിരിക്കുകയാണ്. ഈ സജീവമായി ഇരിക്കുമ്പോഴും വലിയ രീതിയിലുള്ള തലവേദന എന്ന് പറയുന്നത് ഈ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ, നമ്മൾക്കറിയാം പഞ്ചസാരയുടെയൊക്കെ വിലയ്ക്ക് എന്ന് പറയുന്നത് അതേപോലെ ഉയർന്നിരിക്കുകയാണ്. അപ്പം അത്രയ്ക്ക് രീതിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം നേടുന്നുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലാണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് വെളിച്ചെണ്ണ. ഈ പറയുന്ന ഓണം നമ്മൾ ഉപ്പേരി വറുക്കുന്നു, പപ്പടം കാച്ചുന്നു, മറ്റ് ആഹാരം ഉണ്ടാക്കുന്നതിനും കറികൾ ഉണ്ടാക്കുന്നതിനും എല്ലാം വളരെ വളരെ അത്യാവശ്യമായിരുന്നു വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 600 രൂപയിലേക്കൊക്കെ എത്തിയ വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നേടുന്നു. ആ സമയത്താണ് സർക്കാർ ഇടപെട്ട് സപ്ലൈകോ വഴി സബ്സിഡി ഇനത്തിലൊക്കെ വെളിച്ചെണ്ണ കൊണ്ടുവന്നത്. അപ്പം ഇതെല്ലാം രീതിയിൽ ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യവും പല ഉൽപ്പന്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചസാരയൊക്കെ സപ്ലൈകോയിൽ സബ്സിഡി ഇനത്തിൽ 35 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ വില വർധനയുടെ കാര്യമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സദ്യ ഉണ്ടാക്കാൻ നമുക്കിപ്പം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ 5 പേരെ കൂട്ടുമ്പോൾ ഒരു 5 പേർക്കുള്ള ഒരു കുടുംബത്തിൽ നാളത്തെ അല്ലെങ്കിൽ തിരുവോണ നാളിൽ ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് എത്രയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ചെറിയൊരു കണക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ നേരിടുന്ന വില വർധനവ്, അതുമായി ഉള്ള പ്രതിസന്ധിയും കാണാം. കാരണം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന സാമ്പത്തികം എത്ര രീതിയിൽ വർദ്ധിക്കുന്നില്ല. കാരണം അറിയില്ല, ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ജോലിയിലുള്ള തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മൾ വിറ്റായാലും ഓണം ഉണ്ണു എന്ന് പറയുന്ന പോലെ എത്ര വില കൂടിയാലും നമ്മൾ കൊണ്ടാടും. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു 5 പേരടങ്ങുന്ന കുടുംബത്തിൽ എത്ര രൂപ വേണം ഒരു ഓണസദ്യ ചിലവാക്കാൻ. ഒരു ഓണസദ്യ ഒരുക്കാൻ ചിലവാക്കേണ്ടി വരും എന്ന് നമുക്കറിയാം. പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. പ്രധാന ഭാഗം ഈ ഓണസദ്യയുടെ പ്രധാന ഭാഗം കൊണ്ടുവന്ന് പച്ചക്കറികളാണ്. കാരണം അവിയൽ, തോരന്, എരിശ്ശേരി, പുളിശ്ശേരി, അങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്ന പച്ചക്കറികളാണ്. അതായത് സവാള, തക്കാളി, പച്ചമുളക്, ബീട്രൂട്ട്, പച്ചക്കായ, കുമ്പളങ്ങ, അങ്ങനെ എല്ലാ രീതിയിലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എത്രയാണ് നമുക്ക് സവാളയ്ക്കൊക്കെ വില വലിയ വർധന വില, എന്നാലും 37 രൂപയാണ്. തക്കാളിക്ക് ഇപ്പോൾ വില കുറവാണ്. പച്ചമുളകിന് നല്ല വിലയാണ്. 1 കിലോയ്ക്കൊക്കെ 69 രൂപ വെച്ചാണ്. പാവയ്ക്കൊക്കെ ആണെങ്കിൽ വിപണിയിലെ വിലയൊക്കെ ആണെങ്കിൽ 40-50 ആണെങ്കിലും നമ്മളെ വിപണി എന്ന് പറയുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ 40-50 ആണെങ്കിലും നമ്മൾ റീറ്റെയിൽ അല്ലെങ്കിൽ കടകളിൽ പോയി വാങ്ങിക്കുമ്പോൾ ഒന്നുകൂടെ വില കയറും. പല ഉൽപ്പന്നങ്ങളും വെളുത്തുള്ളിക്ക് 191 രൂപ. ഇഞ്ചിയുടെ വിലയാണ്. നമുക്കറിയാം ഇഞ്ചിക്കറി ഉണ്ടാക്കണം. നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയും, ചില ഭാഗത്ത് പുളിയിഞ്ചി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തൊടുകറികളാണ്. ഇത് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഇഞ്ചിയുടെ വില 100-ന് മേലെ 116-120 രൂപയാണ് ഇഞ്ചിയുടെ വില. പിന്നെ ബീൻസ് 82 രൂപ. തേങ്ങയുടെ വില 60. തേങ്ങയില്ലാതെ നമുക്കൊരു കറിയും ഇല്ല എന്ന് തന്നെ പറയുന്നത്. പച്ചക്കറിയുടെ വില വലിയ രീതിയിലാണ് ഉയരുന്നത്. തിരുവോണത്തോടനുബന്ധിച്ച് ഇതേ നിരക്ക് തുടരുകയാണെങ്കിൽ ഈ ആഘോഷിക്കുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. നിലവിൽ 8 മുതൽ 30 രൂപയുടെ വർധനവാണ് പച്ചക്കറികളിൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതായത് ഏറ്റവും കുറഞ്ഞ 8 രൂപയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 5 പേർക്ക് സദ്യ ഉണ്ടാകുമ്പോൾ പച്ചക്കറി മാത്രമല്ല, അരിയുടെ വില എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആന്ധ്രയിൽ നിന്നുള്ള ജയ അരി, കർണാടകയിൽ നിന്നുള്ള വടിയരി, ഇതാണ് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പൊന്നിയൊക്കെ ചില ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ വില എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം നമുക്കറിയാം അരിയുടെ വില നല്ല രീതിയിൽ ഒരുപാടൊന്നും വർദ്ധിച്ചില്ലെങ്കിലും 1 കിലോ ജയരിക്കൊക്കെയാണ് 60-70 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ പഞ്ചസാരയുടെ വില ഞാൻ നേരത്തെ പറഞ്ഞു 65 രൂപയിലും മേലെയാണ്. 65 രൂപ മേലെയാണ് പഞ്ചസാരയുടെ വില. ചിലത്തൊക്കെ 70 രൂപ. റിഫൈൻഡ് നല്ല ക്വാളിറ്റി പഞ്ചസാരക്കൊക്കെ
70 രൂപ വാങ്ങിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള പഞ്ചസാരയുടെ വില വർധനയും ഈ പറയുന്ന ഒരു പായസം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര അത്യാവശ്യമാണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ വില വർദ്ധിച്ചെങ്കിൽ നമുക്ക് പഞ്ചസാര ഷുഗർ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം എന്നാലും വലിയ രീതിയിൽ നമ്മൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം പച്ചക്കറിയുടെ വില എന്ന് പറയുമ്പോൾ പച്ചക്കറിക്ക് ഏകദേശം 35 രൂപയും അരിക്ക് 100 രൂപ തൊട്ട് 150 രൂപ വരെ ചിലവ് വരും. തേങ്ങ, പരിപ്പ്, തൈര് ഉൾപ്പെടെയുള്ളവർക്ക് 250 രൂപ വരെയാണ് ചിലവ് വരുന്നത്. കാരണം നമ്മൾ തേങ്ങയ്ക്ക് ഒരെണ്ണത്തിന് 68 രൂപ ഞാൻ പറയുന്നു. അതേപോലെ തന്നെ പരിപ്പ്, തൈര്, മോരും മറ്റ് പരിപ്പ് കറി ഉണ്ടാക്കണമെങ്കിൽ അതിനെല്ലാം ആവശ്യമുള്ള 250 രൂപയാണ്. പപ്പടം, ഉപ്പേരിപ്പഴം നമ്മൾ വിചാരിക്കുന്നതിലെ ഇപ്പോൾ പപ്പടം പോട്ടെ, പപ്പടം നമുക്ക് ഒരു ബണ്ടിലായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഉപ്പേരി, കായ വറുത്തത് നമുക്ക് വലിയ രീതിയിലുള്ള വില വർധനയാണ്. പഴം നമ്മൾ കയ്യിൽ കരുതുന്നതാണ്. പക്ഷേ ഒരു ചെറിയ നമ്മുടെ ഞാലിപ്പൂവൻ എന്ന് പറയും, ഞാലിപ്പൂവൻ പഴത്തിനൊക്കെ ആണെങ്കിൽ 1 കിലോയ്ക്ക് 90 മുതൽ 120 രൂപയാണ് റീറ്റെയിൽ, അതായത് കടകളിലുള്ള വില. മറ്റേ ഹോൾസെയിൽ മാർക്കറ്റിലെ ഏകദേശം 80 തൊട്ട് 90 രൂപ വരെയാണ് ഉള്ളത്. മസാല, എണ്ണ തുടങ്ങിയൊക്കെല്ലാം നമുക്ക് ഏകദേശം 200 രൂപ നമുക്ക് കണക്ക് കൂട്ടാം. അതായത് പച്ചക്കറി നമ്മൾ ആഗ്രഹിക്കുന്ന പച്ചക്കറികൾ ഏകദേശം ഒരു 35 രൂപയ്ക്ക് നമുക്ക് പച്ചക്കറികൾ കിട്ടും. അതായത് നമ്മൾ എല്ലാ പച്ചക്കറിയും നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇപ്പോൾ 200 രൂപയുടെ കിറ്റിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലും നമ്മളിപ്പോൾ 200 രൂപയ്ക്ക് പച്ചക്കറി കിറ്റ് കിട്ടും. എന്നാലും നമ്മൾ 200 രൂപയുടെ പച്ചക്കറി കിറ്റ് നമ്മൾ ഒരു സദ്യക്ക് വേണ്ടി ഉപയോഗിക്കത്തില്ല. അപ്പോൾ വളരെ അത്യാവശ്യമാണ് ഈ ഒരു 350 രൂപയുടെ ചിലവ് തന്നെ അവിടെ വരും. ആ 350 രൂപയാണ് കണക്ക് വരുന്നത്. അത്രയും രീതിയിലുള്ള ചിലവ് അവിടെ തന്നെ വരും. പിന്നെ 100-150 രൂപയ്ക്ക് അരി, അതായത് നമ്മൾ ഒരു ദിവസത്തേക്ക് 5 പേർക്ക് വരുമ്പോഴത്തേക്ക് 1 കിലോ അരി അല്ലെങ്കിൽ 1.5 കിലോ അരി, ഏകദേശം ഒരു 1 തൊട്ട് 1.5 കിലോ അരി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ആളിനനുസരിച്ച്. പിന്നെ ഉള്ളത് തേങ്ങ, പരിപ്പ്, തൈര് ഉൾപ്പെടെയുള്ള 250 രൂപ വരും. പപ്പടം, ഉപ്പേരി, പഴം എന്നിവ നമുക്ക് ഉപയോഗിക്കേണ്ട 100-150 രൂപ വരും. പായസത്തിന് ആവശ്യമായ സാധനം പഞ്ചസാര ഉൾപ്പെടെ, പഞ്ചസാരയുടെ വില വർദ്ധിച്ചത് കൊണ്ട് 200 രൂപയെങ്കിലും ചിലവ് വരും. പിന്നെ മസാല, മറ്റ് എണ്ണ എന്നിവയ്ക്ക് 200 രൂപ എന്നിങ്ങനെ ചിലവ് വരുന്നത് എന്നിങ്ങനെ നമുക്ക് ചിലവ് വരുന്നതായിട്ട് കണക്ക് കൂട്ടാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഓണസദ്യ ഒരുക്കണമെങ്കിൽ 1350 രൂപയുടെ ചിലവാണ്. ഇതിൻ്റെ കൂടെ വേറെ സംഭവം കൂടെയുണ്ട്. നമ്മളിപ്പോൾ പറമ്പിൽ നിന്ന് വാഴയില വെട്ടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് ഫ്രീ ആയിരിക്കും. എന്നാൽ നിങ്ങൾ പോയിട്ട് ഒരു നഗരത്തിലായിരിക്കും, എറണാകുളം, കൊച്ചിയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഴയില ഒന്നും കിട്ടാൻ സാധ്യത. ഒരു വാഴയിലേക്ക് കുറഞ്ഞത് 10 രൂപയും. തിരുവോണ നാളെ നിങ്ങൾ പോയി ചോദിച്ചാൽ അത് 15-20 രൂപയ്ക്കും വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് 1350 രൂപയല്ല, അതിലും മേലെ വരും. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് ശരി, ഞാൻ ഇതിന് ആഹാരം പാകം ചെയ്യുന്നത് എനിക്ക് സ്വിഗ്ഗിയിലോ അല്ലെങ്കിൽ സൊമാറ്റോയിലോ അങ്ങനെ ഈ ഫുഡ് ആപ്പ് വഴി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ നോക്കണം, കുറഞ്ഞത് ഒരു സദ്യക്ക് 500 രൂപ, ഏറ്റവും കുറവാണ് ഞാൻ പറഞ്ഞത്. ഒരു സദ്യക്ക് 500 രൂപയെ കുറഞ്ഞത്. അപ്പം 5 പേർക്ക് എന്ന് പറയുമ്പോൾ 2500 രൂപയുടെ ചിലവെങ്കിലും വരാൻ സാധ്യതയുണ്ട് ഒരു സദ്യക്ക്. ഏറ്റവും കുറവാണ് ഞാൻ പറഞ്ഞത്. ചില സൊമാറ്റോയിലൊക്കെ പിന്നെ മറ്റേ പ്രത്യേകം നമ്മുടെ ഡെലിവറി ഫീയും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് 2500 രൂപയുടെ ഒരു സദ്യ നമ്മൾ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് 2600-2700 രൂപയുടെ ചിലവ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി അഥവാ പോട്ടെ, നമുക്ക് നേരിട്ട് കടകളിൽ പോയി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 499 രൂപ, 500. നിങ്ങൾ ഏത് കടകളുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓണസദ്യയുടെ വിഭവങ്ങളുടെ വിഭവങ്ങൾ എന്തൊക്കെയാണ് എഴുതിയുള്ള ബാനറുകളൊക്കെ മിക്ക ഹോട്ടലുകളിലും വന്ന് കാണും. തിരുവോണ ദിവസം പ്രവർത്തിക്കുന്ന അവിടെയൊക്കെ 450 രൂപ, 500 രൂപയായിരിക്കും. കാരണം പായസം 2 തരം പായസം കാണും, ഇതെല്ലാം ചേർത്തിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പം 5 പേർക്ക് എന്ന് പറയുമ്പോൾ ഈ 500 രൂപ കണക്ക് തരുമ്പോൾ 2500 രൂപ വരും. അപ്പം മലയാളികളായിട്ടുള്ള ഒരു 5 പേരടങ്ങുന്ന കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിന് ഓർഡർ ചെയ്ത 2000 രൂപയും ഓർഡർ ചെയ്ത് വീട്ടിൽ പാകം ചെയ്ത് കഴിഞ്ഞാൽ 1200 അല്ലെങ്കിൽ 1000 തൊട്ട് 1350 രൂപയ്ക്കും ഓണസദ്യ, അതായത് തിരുവോണ നാളിലെ ഉച്ചക്കത്തെ സദ്യ മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. ഇതൊരു ഏകദേശം കണക്കാണ്, ഇത് ഇങ്ങനെ ആവുമെന്ന് പറയുന്നില്ല. പക്ഷേ സൊമാറ്റോയിലും മറ്റേ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് കണക്കും ഹോട്ടലുകളിലെ കണക്കും ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഓണസദ്യക്ക് മിക്ക ഹോട്ടലുകളും കൊടുക്കുന്നത് 500 രൂപയ്ക്കാണ്. അതായത് 499 രൂപ എന്ന് പറയും, അത് 500 രൂപ നമുക്ക് കൂട്ടാം. അപ്പം ഓണസദ്യ ഉണ്ണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുടുംബത്തോട് ചേർന്നുകൊണ്ട്. പക്ഷേ വളരെ ചിലവേറിയ കാര്യമാണ്. അപ്പോൾ ചിലവ് കാണിച്ച് ആരെയും ഭീതിപ്പെടുത്തുകയല്ല, നമ്മൾ തയ്യാറെടുപ്പാണ്. എന്തായാലും നമ്മളെല്ലാവരും പഴമക്കാർ പറയുന്ന പോലെ കാണും വിറ്റാലും നമ്മൾ ഓണം ഉണ്ണണം. എല്ലാവർക്കും ഓണാശംസകൾ.